ഹായ് കൂട്ടുകാരി, 2023-24 നമ്മുടെ സെക്കൻഡ് ഇവാലുവേഷൻ മാത്തമാറ്റിക്സ് എക്സാമിലെ ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യുലറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നത്, നമ്മുടെ ചോദ്യം എല്ലാം നമ്മുടെ വാട്സപ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി ക്വസ്റ്റ്യൻസ് എല്ലാം. ഓക്കെ, അപ്പോൾ ചോദ്യം നമ്മുടെ ഇതാണ്. 15ാമത്തെ ചോദ്യമാണ് നമ്മൾ തുടങ്ങും കേട്ടോ. ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. അതായത് ഒരു വൃത്തം തന്നിട്ടുണ്ട്, അതിന്റെ കേന്ദ്രം O ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. PQ ഈസ് എ ടാൻജന്റ് അറ്റ് ദ പോയിന്റ് B. അതായത് B എന്ന ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് B. ആ ബിയിൽ കൂടി കടന്നു പോകുന്ന ഒരു തൊടുവരയാണ് PQ. ആംഗിൾ ABP is equal to 70 ഡിഗ്രി. ആംഗിൾ ABP കേട്ടോ, ആംഗിൾ ABP എന്ന് പറയുമ്പോൾ ഇത് മൊത്തം എടുക്കണം. ആംഗിൾ ABP എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. AC is equal to BC. ACയും BCയും ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് കിടക്കുന്ന ട്രയാങ്കിൾ എന്താണ്? ഒരു 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 എന്താണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ശരിയല്ലേ? രണ്ട് സൈഡുകൾ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത അറിയാമല്ലോ. എന്താണ്? ഈ ആംഗിളും സോറി, ഈ സൈഡ് തുല്യമാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിളും തുല്യമായിരിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഈ ആംഗിളും ഇത് രണ്ടും തുല്യമാണെന്നാണ് അതിന്റെ അർത്ഥം. അതായത് CBAയും CABയും തുല്യമാണ് അർത്ഥം. ആംഗിൾ CBA is equal to ആംഗിൾ CAB. അതൊക്കെ മനസ്സിൽ കരുതി വെച്ചാൽ മതി. ചോദ്യ പേപ്പറിൽ എഴുതണമെന്നൊന്നുമില്ല, മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ വെച്ചതേ ഉള്ളൂ. പിന്നെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഓർക്കേണ്ടത്, സോറി സർക്കിൾസ് എന്ന ചാപ്റ്ററില്ല, ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഇത് കേട്ടോ. കാരണം ഇത് തൊടുവര പറഞ്ഞേക്കുന്നത് കൊണ്ട്. അപ്പൊ ടാൻജന്റില് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഈ സർക്കിളിനകത്തൊരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, സർക്കിളിനകത്തൊരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സ്, ഇപ്പൊ 3 വെർട്ടെക്സ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ കൂടി ഒരു ടാൻജന്റ് കടന്നുപോയി. ക്ലിയർ ആണോ? എന്നിട്ട് ഈ ടാൻജന്റ് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുമല്ലോ. ഓക്കെ, അതായത് ഈ വരയ്ക്കും ട്രയാങ്കിളിലെ ഈ സൈഡിനും ഇടയ്ക്കായിട്ട് ആംഗിൾ ഉണ്ടാക്കും. അപ്പൊ ട്രയാങ്കിളിന്റെ ഇതാണ് ഈ സൈഡിനെയാണ് അത് ടച്ച് ചെയ്തിരിക്കുന്നത്. ടച്ച് ചെയ്യാത്ത രണ്ട് സൈഡ് ഇത് രണ്ടുമാണ്. ക്ലിയർ അല്ലേ? ഈ രണ്ട് സൈഡും കൂടെ ജോയിൻ ചെയ്തുണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇവിടെ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ആംഗിളും എന്തുമായിരിക്കും? തുല്യമായിരിക്കും. കിട്ടിയോ? അതേപോലെ ഇപ്പുറത്ത് വരച്ചാലോ, ഇപ്പുറത്താണ് നമ്മൾ ആംഗിൾ വരയ്ക്കുന്നതെങ്കിലോ, ഇത് ഈ വര മുട്ടിയേക്കുന്നത് ട്രയാങ്കിളിന്റെ ഈ സൈഡിനാണ്. മുട്ടാത്തതാണ് ഇത് രണ്ടും. അല്ലേ? ഇത് രണ്ടുമാണ് മുട്ടാത്തത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ആംഗിൾ ആയിരിക്കും ഇതിന് തുല്യമായിട്ട്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിൽ തന്നെ നമ്മുടെ ഈ ഇത്രയും ആംഗിൾ എടുക്കുവാണെങ്കിൽ ഈ BC എന്ന് പറയുന്ന സൈഡിനെ മുട്ടുന്നുണ്ട്. ശരിയല്ലേ? ഈ BC എന്ന് പറയുന്ന സൈഡ് BC എന്ന് പറയുന്ന സൈഡ് അല്ലാത്ത ബാക്കി രണ്ട് സൈഡുകൾ ഇടയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആര്? CAB. ശരിയല്ലേ? CAB. അപ്പൊ ഈ CAB തന്നെയായിരിക്കും ഇവിടെ കിടക്കുന്ന ആംഗിൾ. CABയുടെ ആംഗിൾ എത്രയാണോ അത് തന്നെയാണ് ഈ കിടക്കുന്ന ആംഗിൾ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ആംഗിൾ PBC is equal to ആംഗിൾ CAB. ശരിയല്ലേ? ആംഗിൾ CAB ആർക്ക് ഈക്വൽ ആണ്? ആംഗിൾ CBAക്കും ഈക്വൽ ആണ്. അത് ഐസോസെലസ് ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് ആണെന്ന് അറിയാലോ. അപ്പൊ ഇത് മൂന്നും ഈക്വൽ ആയി. ഓക്കെ, അത് മൂന്നും ഈക്വൽ ആയി. അതുകൊണ്ട് തന്നെ നമുക്ക് ആംഗിൾ PBA ആയിരുന്നു തന്നിരുന്നത്. ആംഗിൾ PBA is equal to 70 ഡിഗ്രി അല്ലേ? ആംഗിൾ PBA is equal to, ABP
അത് തന്നെ പി ബി എയും എ ബി പി സിയും തന്നെ അത് 70 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമല്ലോ ആംഗിൾ പി ബി എ എന്ന് പറയുന്നത് ഈ ആംഗിളും അതായത് ആംഗിൾ പി ബി സിയും ആംഗിൾ സി ബി എയും കൂടെ കൂട്ടുന്നതിന് തുല്യമാണ്. ശരിയല്ലേ? ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോഴാണ് ഇത് മൊത്തത്തിൽ കിട്ടുന്നത്. അപ്പോ ബി ബി സി എത്രയാണ്? 70 ഡിഗ്രിയാണ്. ബി ബി സിയും സി ബി എയും ഈക്വൽ ആണ്. ശരിയല്ലേ? അതുകൊണ്ട് 2 ആംഗിൾ ഇതിനകത്ത് ഏതെങ്കിലും കൊടുത്താൽ മതിയാവും. ഞാൻ പി ബി സി കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ പി ബി സി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതി 35 ആയിരിക്കും. അപ്പൊ പി ബി സി 35ആണ്, സി ബി എ 35ആണ്, സി എ ബി 35ആണ്. ഇനി നമുക്ക് നോക്കാം ഇതിനെയൊക്കെ കണ്ടുപിടിച്ചെന്നുള്ളതാണ്. ആംഗിൾ എ ബി ക്യൂ നമ്മൾ വിളിച്ചു. എ ബി ക്യൂ ഓക്കെ, എ ബി ക്യൂ എളുപ്പമാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആ ഒരു ഫ്ലോ ചെയ്തു വന്ന ഫ്ലോയിൽ എനിക്കങ്ങ് കുറെ കാര്യങ്ങൾ ചെയ്യാൻ തോന്നിയതാണ് കേട്ടോ. ഇതൊന്നും ചോദ്യത്തിൽ ചോദിച്ച ചോദ്യമല്ല കേട്ടോ, എനിക്ക് തോന്നി അങ്ങ് ചെയ്തു പോയതാ. പോട്ടെ, ചോദ്യത്തിൽ ചോദിച്ചതാണ് ഇത് 70 ഡിഗ്രി ആണെന്ന് തന്നു. അപ്പൊ ഒരു ലീനിയർ പെയർ പറഞ്ഞിട്ട് ഇത് 70 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. സോ ആംഗിൾ എ ബി ക്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 180ൽ നിന്നും ഈ 70 ഡിഗ്രി അങ്ങ് മൈനസ് ചെയ്താൽ മതി, അതായത് 110 ഡിഗ്രി. ഇതാണ് എ ചോദ്യം. ഓക്കെ, ബി ചോദ്യം ചോദിക്കുന്നത് find the measure of all angles of triangle ABC. അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കണം. 35 ഡിഗ്രി ഇവിടെ 35ആണ്, ഇവിടെ 35ആണ്. ഇത് ചെയ്താൽ അറിയാലോ, ഇത് മൂന്നും തുല്യമാണെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലായി. പിന്നെ ഇത് പി ബി എ എന്ന് പറയുന്നത് പി ബി സിയും സി ബി എയും കൂടി ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടാംഗിളും തുല്യമായതുകൊണ്ട് 70ന്റെ നേരെ പകുതിയായിരിക്കും ഈ രണ്ടാംഗിളും. ശരിയല്ലേ? അപ്പൊ 35 70 ആയി. അങ്ങനെയാണെങ്കിൽ ബാക്കി ഈ ആംഗിൾ എന്ന് പറയുന്നത് 110 ഡിഗ്രി ആയിരിക്കും. അത് ഓൾറെഡി നമ്മൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ 110 കിട്ടുമല്ലോ. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. എന്തൊക്കെയാണ്? ആംഗിൾ സി എ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ബി എ ഇസ് ഈക്വൽ ടു 35 ഡിഗ്രി. ആംഗിൾ എ സി ബി ഇസ് ഈക്വൽ ടു 110 ഡിഗ്രി. അതിന് ഇതൊന്നും കണ്ടുപിടിക്കണമെന്നില്ല കേട്ടോ. ഇത് ഈക്വൽ ആണ്. ഓക്കെ, ഇത് രണ്ട് ഈക്വൽ ആണ്. ഓക്കെ, ഇത് 110 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി 110 ഡിഗ്രി ആകും. ആ പ്രോപ്പർട്ടി വെച്ചിട്ട് 110ന്റെ ബാക്കി 70 ഡിഗ്രി വരും. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിനും കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. രണ്ട് രീതി ചെയ്യാം കേട്ടോ. ആദ്യം ഇങ്ങനെ ചെയ്തു, രണ്ടാമത് ചെയ്യുന്ന രീതിയും കൂടെ ഞാനൊന്ന് പറയാം. ഓക്കെ, ഇത്രയും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. രണ്ടാമത്തെ കുറച്ചും കൂടെ സിമ്പിൾ ആണ്. ഞാൻ പടം ഒന്നും കൂടെ വരയ്ക്കുകയാണേ. ചെയ്തു വന്നപ്പോഴേക്കും കുറച്ചും കൂടെ സിമ്പിൾ അതാണെന്നാണ് തോന്നി. ഇത് പടം. ഓക്കെ, ടാൻജന്റ് ഇതിനകത്തുള്ള എന്താണ് ട്രയാങ്കിൾ. ഓക്കെ, സെന്റർ ഓഫ് എ ബി സി, ഇത് പി ക്യു. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഇത് ഇത്രയാണ് 70 ഡിഗ്രി എന്ന് തന്നിരുന്നത്. സോ നമ്മൾ ലീനിയർ പെയർ വെച്ചിട്ട് 70 ഡിഗ്രി ആണെങ്കിൽ ബാക്കി ഇത് 110 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ നമ്മൾ ഈ ആംഗിൾ ആദ്യത്തെ ചോദ്യം 110 ഡിഗ്രി എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ഇത് 110 ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ല, ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡിലാണ് മുട്ടിയേക്കുന്നത്. അതുകൊണ്ട് മുട്ടാത്ത ബാക്കി രണ്ട് സൈഡുകൾ ചേർന്നുള്ള ആംഗിള് ഇത് തുല്യമായിരിക്കും. നോക്കൂ, ഇത് 110 ഡിഗ്രി. അപ്പൊ ഈ സൈഡിൽ മുട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? ഇതല്ലാത്ത ബാക്കി രണ്ട് സൈഡുകളാണ് ഇത് രണ്ടും. അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിള് ഇതിന് തുല്യമായിരിക്കും. കിട്ടിയോ? അതുകൊണ്ട് ബി ചോദ്യത്തില് ട്രയാങ്കിളിനകത്തുള്ള എല്ലാ ആംഗിളും കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞു. അപ്പം നമുക്കത് കിട്ടും. ഈ ആംഗിൾ എ സി ബി ഈക്വൽ ടു 110 ഡിഗ്രി. ശരിയല്ലേ? പിന്നെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇത് രണ്ടും ഈക്വൽ സൈഡ്സ് ആണെന്ന് പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് ആംഗിൾ അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താണ് ആംഗിൾ സി എ ബി ആംഗിൾ സി ബി എ. അത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ആംഗിൾ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. ആ 180യിൽ നിന്ന് 110 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 70 ഡിഗ്രി കിട്ടും. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ അതായത് ആംഗിൾ സി എ ബി യും ആംഗിൾ സി ബി എയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ 70 ഡിഗ്രി. കിട്ടിയോ? അങ്ങനെ കൂട്ടുന്നതായിട്ട് എഴുതണമെന്നില്ല. ഇവിടെ തന്നെ നമുക്ക് 70 നേരെ പകുതി കൊടുത്ത് 35 എന്ന് എഴുതാൻ പറ്റും. അതിന്റെ ലോജിക് എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആംഗിൾസ് ആണ്. അത് രണ്ടും കൂടെ കൂട്ടിയാലാണ് എന്ത് കിട്ടുന്നത്? 70 ഡിഗ്രി കിട്ടുന്നത്. കിട്ടിയോ? അപ്പൊ ആ ഒരു ലോജിക്കില് ഒന്നെങ്കിൽ ഇവിടെ ആംഗിൾ സി ബി എ ഒക്കെ എടുത്ത് 70 ഡിഗ്രി അത് വെട്ടി 35 അങ്ങനെയൊക്കെ എഴുതി കാണിക്കാം. അത്രയൊന്നും ആവശ്യമില്ല. നമുക്ക് ഇവിടെ വെച്ച് തന്നെ നേരിട്ട് അങ്ങ് എഴുതാൻ പറ്റും. കാരണം ഇത് രണ്ട് തുല്യ ആംഗിൾസ് ആയതുകൊണ്ട് അത് രണ്ടും കൂടെ കൂട്ടിയാലാണ് 70 എങ്കിൽ ഒരെണ്ണം ആ 70ന്റെ പകുതിയായിരിക്കും. ആ ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പൊ കുറച്ച് സ്റ്റെപ്പിലേക്ക് നമുക്ക് മാറ്റി എഴുതുകയും നമ്മുടെ ടൈം സേവ് ചെയ്യാനും പറ്റും. ടൈം സേവ് ചെയ്യുക എന്നുള്ളതാണ് മാത്സിലെ പ്രധാന കാര്യം. ചുമ്മാ വലിച്ചു കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഒത്തിരി രീതിയിൽ ചില കണക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് ഏറ്റവും സ്റ്റെപ്പ് കുറഞ്ഞതും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നിടത്താണ് നമുക്ക് മാത്സിന്റെ എക്സാമിന്റെ വിജയം എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ നോക്കാലോ.